ഇപ്പം നമ്മുടെ ചട്ടിയിലെല്ലാം നമ്മൾ മണ്ണ് നിറച്ച് കഴിഞ്ഞു. ഇതിൽ പോട്ടിംഗ് മിക്സ് പഴയത് പുതിയത് ചാണകപ്പൊടി അല്ലാതെ എല്ലുപൊടി പോലത്തെ ഒരു വളം. പുതിയ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും അമ്മക്കളിയോട് കൂട്ടുകൂടാൻ മറന്നു പോയത്. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ? നമ്മളിത് ചെടി വെക്കാനുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ഉപയോഗിച്ച പോട്ടിംഗ് മിക്സ് ആണ്. അപ്പോൾ അതും പുതിയതും എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നത് കേട്ടോ. അത് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ മണ്ണെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അതായത് പഴയ മണ്ണും പുതിയ പോട്ടിംഗ് മിക്സ് വാങ്ങിച്ചത്, പിന്നെ വളം ചാണപ്പൊടി കുറച്ചിട്ടുണ്ട്. ഇപ്പം പിന്നെ അടുത്ത് വന്നിട്ട് ഇപ്പം നമ്മളൊരു വളം ഉണ്ടല്ലോ ഇവിടെ ഞങ്ങൾ വാങ്ങിക്കുന്ന പറഞ്ഞാൽ മിറക്കിൾ ഗ്രോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. ആ വളം കൂടി ഇടണം അതിനകത്ത്. ഇപ്പം ഈ വണ്ടി ഉള്ളതുകൊണ്ട് നല്ല സൗകര്യമാണ് മക്കളെ. അതായത് മിക്സ് ചെയ്യാനേ നല്ല എളുപ്പമാണ്. ഇല്ലെങ്കിൽ നമ്മൾ നിലത്തിട്ടിട്ട് ഇനിയും കുഞ്ഞ് നമ്മൾ ചെയ്യണം. ഇതാകുമ്പോൾ ഇങ്ങനെ പ്രശ്നമൊന്നുമില്ല. മിറക്കിൾ ഗ്രോ എന്ന് പറയുന്ന വളം ഇതാണ്. ഇതും കുറച്ചങ്ങോട്ട് ഇട്ട് എല്ലാം കൂടെ അങ്ങോട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത്, ഇത് വെയിറ്റ്ലെസ് ആണ്. അപ്പോൾ നമുക്ക് ചട്ടികൾക്കൊക്കെ ഹാങ്ങിങ് ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ മറ്റേ നിലത്തിടുന്ന മണ്ണ് ഗാർഡൻ സോയിൽ ഇതിനകത്ത് ഇടത്തില്ല. പോട്ടി മിക്സ് മാത്രമേ എടുത്തുള്ളൂ. മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ നമ്മൾ പെയിന്റ് അടിച്ച് നമ്മുടെ ഡപ്പാൾ വെച്ചിട്ടുണ്ട്. പെയിന്റും പാട്ട. ഇത് പച്ചച്ചാണകമാണ് കൂടുതലും ഇതിലുള്ളത്. ഇതാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് ഞാൻ. ഇതാണ് പോട്ടിംഗ് മിക്സ് പുതിയത്. അപ്പോൾ ഇതും കുറച്ച് അതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ടാണ് എല്ലാം കൂടെ എടുക്കാൻ പോകുന്നത് ഞാൻ. പഴയതും പുതിയതും ആ കാണിച്ച ചാണകപ്പൊടി എല്ലാം കൂടാണ് ഇതിനകത്ത് ഇട്ട് മിക്സ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പെയിന്റ് പാത്രത്തിലോട്ട് നമ്മളിപ്പോൾ തക്കാളി ചെടി വെക്കാൻ പോവാണ്. അതിന് നമ്മൾ ഇതിനകത്തോട്ട് ഈ പോട്ടിംഗ് മിക്സ് എല്ലാം കൂടെ നിറയ്ക്കാൻ പോവാണ്. നമ്മൾ തക്കാളി തൈ ഇവിടെ ഇരിപ്പുണ്ട്. ചിലതൊക്കെ പൂ വന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് എടുത്ത് ഇപ്പോൾ നല്ല വെയിലായി. അതുകൊണ്ട് ചട്ടിയിലോട്ട് വെച്ച് വെളിയിലോട്ട് വെച്ചാലേ സംഗതി കിടിലനായി പെട്ടെന്ന് അങ്ങ് കായ് വരാൻ തുടങ്ങിക്കോളൂ. അതുകൊണ്ട് ഇത് പെയിന്റ് അടിക്കാഞ്ഞുകൊണ്ടാണ് ലേറ്റായി പോയത്. അപ്പോൾ പെയിന്റ് അടിച്ചു നല്ല ഉണങ്ങി. അകത്തല്ലെങ്കിൽ നമ്മൾ പെയിന്റ് അടിച്ചിട്ടില്ലല്ലോ. ഇതിനകത്തോട്ട് ഇപ്പോൾ ഞാൻ ഇടാൻ പോവാണ്. ഇങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. ഇതെല്ലാം ഇപ്പോൾ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. 6 ഇത് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ടെല്ലാം ഞാൻ തക്കാളി നടാൻ പോവാം. തക്കാളിയാണ് നമുക്കിപ്പം ഇതിനകത്ത് നടാൻ പറ്റിയത്. കാരണം തക്കാളിയാണല്ലോ ഹൈറ്റ് കൂടുതലൊന്നും പെടന്ന് വീഴാതിരിക്കും. ഇതിലാകുമ്പോൾ നമുക്ക് ആ ഒരു കമ്പി മാതിരി ഒരു സംഭവമുണ്ട്. നല്ല ഇറക്കി വെക്കാൻ പറ്റും മണ്ണിനകത്തോടെ. ഇതിലാണ് നമുക്ക് ബെറ്റർ, അതായത് പെടന്ന് വീഴത്തില്ല ചെടി. അതിലാണ് നമ്മൾ ഇതിന് ഇങ്ങനത്തെ ഹൈറ്റുള്ള പാത്രത്തിൽ തക്കാളി വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് തക്കാളി ഇതിലോട്ട് നടാൻ കേട്ടോ മക്കളെ. അപ്പോൾ നമുക്കത് നടുവൊന്ന് കുഴിച്ചിട്ട് ഒരു 3/4 ഭാഗം മണ്ണേ വെച്ചുള്ളൂ. കാരണം ഇത് വെയിറ്റ്ലെസ് ആണ്. അപ്പോൾ ഇതങ്ങ് വെള്ളം ഒഴിക്കുമ്പോൾ അങ്ങ് താഴോട്ട് അങ്ങ് പോകും. അതുകൊണ്ട് പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് മണ്ണിട്ട് കാരണമുണ്ട്. അപ്പോൾ അതിപ്പോൾ എടുത്ത് നടാൻ വിചാരിച്ചിട്ട്. ഓരോ വെറൈറ്റി ആകട്ടോ. എല്ലാം ഒരേ ടൈപ്പ് അല്ല. ചെറിയ ഉണ്ട്, അല്ലാത്ത വലിയ ആപ്പിൾ തക്കാളി ഉണ്ട്. അങ്ങനെ പല വെറൈറ്റി ഉണ്ട്. സൂക്ഷിച്ചെടുക്കണം. ഇങ്ങനെ അടിയിൽ നിന്ന് ഒരു തള്ളു തള്ളി അതിന് പോരും. ഇങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് അടിയിലോട്ട് ഇറക്കി അങ്ങ് വെക്കാം. ഇനി ഇതിന് കമ്പിയൊക്കെ വെക്കണമെങ്കിൽ കറക്റ്റായിരിക്കും. നമുക്ക് വേണമെങ്കിൽ മേലോട്ട് പിന്നെ മണ്ണ് നമുക്ക് ചേർക്കാം. ഇതിപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ അങ്ങ് ഇറങ്ങി പോകും. ഇപ്പം ഇത് വെയിറ്റ് കുറവുള്ള മണ്ണല്ലേ, പോട്ടിംഗ് മിക്സ് അല്ലേ, നമ്മുടെ സാധാരണ നിലത്തെ മണ്ണ് പോലെ അല്ലല്ലോ ഇത്. അതുകൊണ്ട് നമ്മൾ ഒരു 3/4 ഭാഗം ഇട്ടിട്ടുണ്ട്. ഇനി നോക്കാം നമുക്ക് എത്രത്തോളം ഇത് മണ്ണ് വേണ്ടി വരുമെന്ന്. വേണമെങ്കിൽ നമുക്കിനി പിന്നെ അങ്ങോട്ട് ഇടണം കുറച്ചുകൂടെ. അപ്പോൾ ഇത് നട്ട് കഴിഞ്ഞു. നമുക്കിനി അടുത്ത് നടാം കേട്ടോ മക്കളെ. എല്ലാം നമ്മൾ പെയിന്റ് അടിച്ച് ചട്ടി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ടാണ് ഇപ്പോൾ എല്ലാ തക്കാളി നടുന്നത്. വേര് പോകരുത്. വേര് പോയാൽ പിന്നെ വലിയ പാടാണ്. 2-3 തക്കാളി നട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് കൂടെ എല്ലാം ഒന്ന് നട്ടെടുക്കട്ടെ കേട്ടോ മക്കളെ. നട്ടിട്ട് ഒന്നിച്ച് കാണിക്കാം ഞാനിപ്പോൾ. നമ്മുടെ തക്കാളി ചെടിയെല്ലാം ബക്കറ്റിനകത്ത് നട്ട് കഴിഞ്ഞു. 6 തൈ. ഇതിപ്പം ഒരു ഇച്ചിരി നിഴലിലോട്ട് വെക്കണം. വെയിൽ ഉടനെ അങ്ങ് അടിച്ചാൽ ചിലപ്പോൾ ഒന്ന് വാടിപ്പോൾ. അതുകൊണ്ട് ഇച്ചിരി നിഴൽ നോക്കി നമ്മൾ വെക്കണം. പിന്നെ കമ്പിയും വെക്കണം. ഇത് പെടന്ന് പോകാതിരിക്കാൻ ആദ്യമേ വെക്കണം. വേറെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെക്കുന്ന ഉടനെ വേര് ചിലപ്പം ആ കമ്പി പോയി കുത്തുന്നത് വേറെയിലായിരിക്കും. മുറിഞ്ഞു പോയാൽ അപ്പം തന്നെ വാടിപ്പോവും. ഓരോ ഇനം കേട്ടോ. ഈ ചെറിയ ടൈപ്പ് ഇതൊരു പുതിയ ഇനം കേട്ടോ. ഇതൊരുമാതിരി ബ്രൗൺ, ബ്ലാക്കും അല്ല ബ്രൗണും അല്ല, അങ്ങനത്തെ ടൈപ്പാണിത്. അതിനി കായ് വരുമ്പോൾ അറിയാം എങ്ങനെയാണ് സംഭവം എന്ന്. അടുത്ത വേറൊരു ഐറ്റം കൂടെ ഉണ്ട്. ഇത് യെല്ലോ കളർ. ഇനി കായ് വരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല. എല്ലാം നമ്മൾ എഴുതിയൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നോക്കാം എങ്ങനെയായിരിക്കുന്നതെന്ന്. കായ് വന്നിട്ട് നോക്കാം. അപ്പോൾ തക്കാളിയുടെ നമ്മുടെ കൃഷി ഇപ്പം തൽക്കാലം 6 മൂട് നട്ടിട്ടുണ്ട്. ഞാൻ അടുത്തടുത്ത് വരുന്നോടനെ എല്ലാം വളർന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നടണം. ഇന്നത്തെ അമ്മക്കളിയുടെ വീഡിയോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നിങ്ങളെല്ലാവരും അമ്മക്കളിയെ പ്രതീക്ഷിച്ചിരിക്കണം. കൂട്ടുകൂടാൻ മറന്നു പോകരുത് മക്കളുമാരെല്ലാവരും കേട്ടോ.